സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള കളമശ്ശേരിയിലെ മാർത്തോമ ഭവന്റെ മതിൽ പൊളിച്ച് ഭൂമി കയ്യേറിയെന്ന് പരാതി. മുഹമ്മദ് മൂസ, NM നസീർ, സെയ്ദ് മുഹമ്മദ് എന്നിവരുടെ പേരിലാണ് ഭൂമിയുള്ളതെന്ന് അവകാശപ്പെട്ടാണ് ഭൂമി കയ്യേറി മതിൽ പൊളിച്ചത്. മാർത്തോമ ഭവന്റെ മതിൽ പൊളിച്ച സ്ഥലം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സന്ദർശിച്ചു. ഇന്ന് ഉത്തരേന്ത്യയെ നോക്കി മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ ഇത്തരം അതിക്രമങ്ങൾ കാണുന്നില്ലേ എന്ന് ഷോൺ ജോർജ് ചോദിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേർന്നു. നിഷ, സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള കളമശ്ശേരിയിലെ മാർത്തോമ ഭവന്റെ വസ്തുവാണ്. അപ്പോൾ അത് മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുന്നു. അത് പൊളിച്ചകത്തു കയറി ഭൂമി കയ്യേറുകയാണ് 3 പേർ. അവരുടേതാണ് ഈ ഭൂമി എന്നവകാശപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണരാജ്, സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള കളമശ്ശേരി മാർത്തോമ ഭവന്റെ ഭൂമിയാണ്. 6 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഗുണ്ടായിസം കാണിച്ച് കയ്യേറിയതെന്നാണ് പരാതി. ഇതിൽ ഈ കയ്യേറിയ ആളുകൾ പറയുന്നത് മുഹമ്മദ് മൂസ, NM നസീർ, സെയ്ദ് മുഹമ്മദ് എന്നിവരുടെ പേരുള്ള ഭൂമിയാണ്. അത് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞാണ് കയ്യേറിയത്. എന്തായാലും ഈ ഒറ്റ ദിവസം കൊണ്ടാണ് ഗുണ്ടകളുടെ സഹായത്തോടു കൂടി ഈ ഭൂമി കയ്യേറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നാണ് ഈ മാർത്തോമ സഭയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുകൾ ഉള്ളതാണ്. ഈ കേസ് കോടതിയിൽ നിന്ന് വിധി വരാനിരിക്കുന്ന ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു കയ്യേറ്റം ഉണ്ടായതെന്നാണ് മാർത്തോമ സഭ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്നലെ ഷോൺ ജോർജ് അവിടെ എത്തി സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏത് തരത്തിലുള്ള നിയമസഹായവും മാർത്തോമ സഭയ്ക്ക് നൽകും. ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഈ ഗുണ്ടകളുടെ സഹായത്തോടു കൂടി ഈ ഭൂമി ഒഴിപ്പിച്ചു മാർത്തോമ സഭ പരാതി നൽകി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നവർ പറയുന്നത് കൃത്യമായി തങ്ങളുടെ കൈവശം ഇതിൻ്റെ രേഖകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ 3 പേരിലുള്ള ആളുകളുടെ സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ മുൻസിഫ് കോടതിയിൽ നിന്നുള്ള ഉത്തരവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള രീതിയിൽ ഭൂമി ഒരുക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടകളുടെ സഹായത്തോടു കൂടി മാർത്തോമ ഭവന്റെ ഭൂമി ചില ആളുകൾ ചേർന്ന് കയ്യേറിയിട്ടുള്ളത്. മാർത്തോമ ഭവൻ പരാതിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ സ്ഥലം സന്ദർശിച്ച ഷോൺ ജോർജ് പ്രതികരിച്ചത് ഉത്തരേന്ത്യയെ നോക്കി മുതലക്കണ്ണീർ പൊഴിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ആ പ്രതികരണത്തിലേക്ക്. 10ഓളം കന്യാസ്ത്രീമാർ ഉള്ള ഒരു കോൺവെൻ്റാണിത്. ഈ കോൺവെൻറ്റിൻ്റെ മുൻവശത്ത് ഇവിടുന്ന് ഏറെക്കുറെ 100 മീറ്റർ മതിൽ ഒരു രാത്രി 4 മണിക്കൂർ കൊണ്ട് മതിൽ മൊത്തം പൊളിച്ചു കളയും. 70ഓളം ഗുണ്ടകളാണ്. ഇത് ഒരു മുഹമ്മദ് മൂസ, NM നസീർ, സെയ്ദ് മുഹമ്മദ്, ഈ 3 പേരുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഈ ഒറ്റ രാത്രി കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ഇത്രയും മേഖലയിൽ ഈ മതിൽ പൊളിച്ചു കളഞ്ഞ് ആ മതിലിൻ്റെ അവശിഷ്ടം പോലും അവിടെ ഇല്ല, എല്ലാം രാത്രി കൊണ്ട് എടുത്തുകൊണ്ട് പോയി. ഈ വിഷയത്തിൽ ഒരു സംശയം വേണ്ട, ഇവിടെ ഒരു ഗുണ്ടായുസിനും BJP അനുവദിക്കില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ BJP ഇടപെടും. ഇവിടെ വിവേചനം, ഒരു കാരണവശാലും ഒരു വിവേചനം ഇവരോട് കാണിക്കാൻ, തിരിച്ചു വ്യത്യാസം കാണിക്കാൻ, നീതി നടപ്പിലാകട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ ചില ഗുണ്ടായുസം ഇവിടെ നടത്താം എന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല.